ഹലോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യൂട്ടായിട്ടുള്ള മിനി ഫ്ലിപ്പ് ത്രൂ ടൈപ്പ് ബുക്കാണ്. ബുക്കെന്നോ മിനി ബുക്കെന്നോ ഫ്ലിപ്പ് ബുക്കെന്നോ അല്ലെങ്കിൽ നോട്ട് പാഡെന്നോ എന്ത് വേണം നമുക്ക് പറയാം. അപ്പം ഇവിടെ ഏട്ടൻ ജീൻസ് വാങ്ങിയപ്പം ടാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടാഗ് എടുത്ത് വെച്ച് ഞാൻ ആദ്യം വല്ല ബുക്ക് മാർക്ക് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് എടുത്ത് വെച്ചതാണ്. പക്ഷേ രണ്ടെണ്ണം ഉള്ളത് കാരണം ഞാനൊരു ഫ്ലിപ്പ് ടൈപ്പ് ബുക്കാക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കിപ്പോൾ എക്സാം ടൈം ആണ്, നമുക്ക് നോട്ട്സൊക്കെ അല്ലെങ്കിൽ പഠിച്ച പോർഷൻസ് കവർ ചെയ്ത് ഏതൊക്കെയാണ് നമുക്ക് എഴുതി വെക്കാനും ഒക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു വള്ളിയുള്ളത് കാരണം നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ടൈപ്പ് വള്ളിയുള്ളത് കാരണം നമുക്കിപ്പം സിബിലോ നമ്മളെ പോക്കറ്റിലോ ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനെ കീ ചെയിനിലോ ഒക്കെ നമുക്കത് വെക്കാനും പറ്റും. അപ്പം അങ്ങനെ ഒരു ഇതെടുത്തു. അതിൻ്റെ അളവ് നോക്കിയിട്ട് പേപ്പേഴ്സ് എടുത്ത് കട്ട് ചെയ്യുക. ഞാനിവിടെ A4 ഷീറ്റ് മൂന്ന് A4 ഷീറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം A4 ഷീറ്റ് എടുക്കുകയാണ്, എന്തിന് A4 ഷീറ്റ് കളയാമെന്ന് വിചാരിക്കുന്നവർ വേറെ എന്ത് പേപ്പറും എടുക്കാം. ഇപ്പം പഴയ നോട്ടിൻ്റെ ബുക്ക് പേജുകൾ ബാക്കിയുള്ളതുണ്ടെങ്കിൽ അതെടുക്കാം. പ്രിൻസ് ഉണ്ടാവുമല്ലോ നമ്മൾ എഴുതാനൊക്കെ എടുക്കും, അങ്ങനത്തെ ഉള്ളത് വേണമെങ്കിൽ അങ്ങനത്തെ എടുക്കാം. അപ്പം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ക്ലിപ്പ് ചെയ്ത് എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയണം. പുറത്തേക്ക് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ബോറാണല്ലോ. പേപ്പർ ക്ലിപ്പ് ഇല്ലാത്തത് കാരണം ഞാൻ ഈ ക്ലോത്ത് ഒക്കെ ഉണക്കാൻ എടുക്കുന്ന ക്ലിപ്സില്ലേ, ക്ലോത്ത് ക്ലിപ്സാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പം അതൊക്കെ വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ ഹോൾസ് പഞ്ച് ചെയ്യണം. വേണമെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് ഹോൾസ് പഞ്ച് ചെയ്യാം, പക്ഷേ എനിക്കത് പറ്റുന്നില്ല. എനിക്ക് ആരോഗ്യമില്ലാണ്ടാണോ അതോ വേറെ എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കെന്തായാലും പറ്റുന്നില്ല. ഞാനപ്പം ഓരോന്ന് മാർക്ക് ചെയ്ത് പയ്യാണ് കട്ട് ചെയ്തത്. അപ്പം ആ കട്ട് ചെയ്തത് ക്ലിപ്പ് ചെയ്ത് തന്നെ മാറ്റി വെക്കുക. എന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ മെയിനായിട്ടുള്ളത് ഫ്രണ്ട് പേജും ബാക്ക് പേജും ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഫസ്റ്റത്തെ ഫ്രണ്ട് കവറും ബാക്ക് കവറും, പേജല്ല ഫ്രണ്ട് കവറും ബാക്ക് കവറും. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ബേസ് അടിക്കാൻ വൈറ്റ് അക്രലിക് പെയിൻറ്റ് കൊണ്ട് തന്നെയാണ് ബേസ് അടിക്കുന്നത്. ഇല്ലായിരുന്നു വെച്ചാൽ ബേസ് അടിക്കാനുള്ള പെയിൻറ്റ് ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ. അതുകൊണ്ട് വൈറ്റ് അക്രലിക് പെയിൻറ്റ് തന്നെ 2 കോട്ട അടിച്ചതിന് ശേഷം പിന്നെ ഞാൻ പേർപ്പിൾ കളറാണ് എടുക്കുന്നത്. ഈ പേർപ്പിളിൽ എനിക്കെന്തോ ആരോ കൈവശം തന്ന പോലെയാണ്. ഞാൻ എവിടെ പോയാലും പേർപ്പിളിൻ്റെ സാധനങ്ങൾ തിരയും. പ്ലസ് എന്തുണ്ടെങ്കിലും പേർപ്പിൾ, അത് ചാനലിലെ പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനൊരു പേർപ്പിൾ പ്രാന്തിയാണെന്ന്. അപ്പം ഈ സംഭവം അടിച്ചിട്ട് പിന്നെ ഉണങ്ങാൻ വെക്കുക. ഉണങ്ങാൻ ഇപ്പോൾ വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചെടുത്താൽ തന്നെ ഉണങ്ങും. 5 സെക്കൻഡ് നമ്മൾ തന്നെ വെയിലത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കരിഞ്ഞ കോഴി കണക്കാവും. അപ്പം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഇതൊക്കെ ആക്കി ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പുറഞ്ഞ അങ്ങോട്ട് എന്തെങ്കിലും ഡിസൈൻ വരയ്ക്കുക. ഞാനിപ്പോൾ ഒരു വൈറ്റ് ഫ്ലവേഴ്സാണ് വരയ്ക്കണത്. സംഭവം ക്യൂട്ടാണ്. ഈ ക്യൂട്ട്നെസ്സിൻ്റെ പുറകെ, അല്ലെങ്കിൽ ക്യൂട്ട്നെസ് എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു വികാരം, അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരു ക്യൂട്ട്നെസ്സിന് അടിമകളാണല്ലോ നമ്മളൊക്കെ. അപ്പം അങ്ങോട്ട് ക്യൂട്ട്നെസ് വാരി ഇങ്ങോട്ട് മെഴുകുക എന്നൊക്കെ വിചാരിച്ച് ഞാൻ കുറച്ച് വൈറ്റ് ഫ്ലവേഴ്സ് അങ്ങ് വരച്ചു കൊടുത്ത് പുറഞ്ഞം അങ്ങോട്ട് വരച്ചങ്ങോട്ട് കൊടുക്കുക. അപ്പം ഇരുന്ന് വരയ്ക്കുന്ന സംഭവം എളുപ്പമുള്ള പരിപാടിയാണ്, വലിയ പണിയൊന്നുമില്ല. ഫസ്റ്റ് ബേസ് അടിക്കുക. ചിലർ വിചാരിക്കും അയ്യോ കുറേ പെയിൻറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. പണിയേ ഇല്ല. ബേസ് അടിക്കുക, കളർ അടിക്കുക, കുറച്ച് പൂ വരയ്ക്കുക. ഈ പൂവ് എളുപ്പമുള്ള പരിപാടി. എന്നിട്ട് പിന്നെ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാർണിഷ് അടിക്കുക. അത് കഴിഞ്ഞ് പേപ്പേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് കെട്ടി കൊടുക്കുക. വലിയ പരിപാടിയൊന്നുമില്ല. ഇതിൻ്റെ തന്നെ ഇതാണ് എടുത്തത്. കെട്ടിക്കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല എളുപ്പത്തിൽ സുഖമായിട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.